MDC ന്യൂമറിക്കൽ എബിലിറ്റിയുടെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളത് എങ്ങനെയാണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് മെയിൻകാർക്ക് പഠിക്കാൻ പറ്റത്തില്ല, പക്ഷേ അതർ സബ്ജക്റ്റുകാർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് ന്യൂമറിക്കൽ എബിലിറ്റി 1 എന്ന് പറയുന്നത്. ആ ന്യൂമറിക്കൽ എബിലിറ്റി 1ൻ്റെ കോഡ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ MDC മാത്സുകാരാണ് ഓഫർ ചെയ്യുന്നത്. 100 എന്ന് പറയുന്ന നമ്പറിലാണ് കോഴ്സ് കോഡ് വന്നിരിക്കുന്നത്. ടൈപ്പ് ഓഫ് കോഴ്സ് MDC ആണ്. 100 to 199 ലെവലിലാണ്. ഇതിൽ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് 3 നേടാൻ സാധിക്കും. ഈ പരീക്ഷ എഴുതുന്നതോടെ ക്രെഡിറ്റ് 3 നേടാൻ സാധിക്കും. അതിൽ തിയറി പാർട്ട് 3 ആണ്, പ്രാക്ടിക്കൽ ഒന്നും ഇല്ല. അപ്പോൾ 3 ക്രെഡിറ്റിൻ്റെ എക്സാം ആണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ സമയം എത്രയാണ്. സമയം ഇവിടെ 1.5 മണിക്കൂർ, 90 മിനിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്, 42 മാർക്ക്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 20 മാർക്കിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ ഇവിടെ MDC എത്ര ക്രെഡിറ്റാ? 3 ക്രെഡിറ്റ് എക്സാം ആണ്. 3 ക്രെഡിറ്റ് എക്സാം ആകുമ്പോൾ നമുക്ക് എത്ര മാർക്കിന് വരണം? 3 × 20 അല്ലേ? 3 × 20 എന്ന് പറയുമ്പോൾ എത്രയാ? 60 മാർക്കിനാണ് ടോട്ടൽ എക്സാം വരേണ്ടത്. പക്ഷേ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ 60 മാർക്കിനുള്ള എക്സാമിൻ്റെ 30% അവരുടെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് CCA എന്ന് പറയും, അതിനും ബാക്കി 70% മാർക്ക് എന്താണ്? എക്സ്റ്റേണൽ ഇവാലുവേഷനാണ്. അതായത് എൻഡ് സെമിസ്റ്റർ ഇവാലുവേഷനാണ്. അവരെന്താണ് പഠിച്ചതെന്നുള്ളതാണ്. അപ്പോൾ 60യുടെ 30% എന്ന് പറയുമ്പോൾ 18 മാർക്ക് അവരുടെ CCAയിൽ വരും. അതിൽ തന്നെ 2 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, ഫോർമേറ്റീവ് അസസ്മെൻറ്റും സമ്മേറ്റീവ് അസസ്മെൻറ്റും. ഓക്കെ, ഇനി ബാക്കി വരുന്ന 70%. 70% എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 60 × 70/100 അല്ലേ? അത് എത്രയാണ്? 42 മാർക്സിനാണ് നമ്മൾ റിട്ടേൺ എക്സാം അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ എഴുതേണ്ടത്. അതാണ് ഇവിടെ ടോട്ടൽ മാർക്സ് 42 വന്നത്. ഇനി ആ 42 മാർക്സിൽ നമ്മുടെ MDC ക്വസ്റ്റ്യനിൽ ആദ്യത്തെ പാർട്ടിൽ 3 പാർട്ടാണ് MDC ക്വസ്റ്റ്യനിലുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് എയിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 6 മാർക്ക് എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ തന്നെ നമുക്ക് റിമെമ്പർ ലെവലിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ അണ്ടർസ്റ്റാൻഡ് ലെവലിൽ കുട്ടി എന്ത് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യുന്ന ലെവലിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഡെഫിനിഷനൊക്കെയാണ് നമുക്ക് റിമെമ്പർ ലെവലിൽ ചോദിക്കാൻ പറ്റിയത്. ഓക്കെ, പിന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ്. അങ്ങനെയാണ് പാർട്ട് എയിൽ 1 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യനാണ് നമുക്ക് പാർട്ട് എയിലുള്ളത്. 6 മാർക്കിന് 6 മിനിറ്റ് കൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ പാർട്ട് ബിയിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ആ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡും അപ്ലൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചാണ് പരീക്ഷ. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് നമുക്ക് 4 ക്വസ്റ്റ്യനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പാർട്ട് എയിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? പാർട്ട് എയിൽ 1 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻ, നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും എഴുതണം. 6 മാർക്കാണ്, 6 മിനിറ്റ് കൊണ്ട് നമുക്ക് എഴുതി തീരാൻ സാധിക്കും. അതുപോലെ പാർട്ട് ബി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ, 8 മാർക്കാണ് നമുക്ക് അവിടെ നിന്ന് നേടാൻ സാധിക്കുന്നത്. 24 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം പൂർത്തിയാക്കാൻ പറ്റും. ഇനി നമ്മൾ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ പാർട്ട് സിയിൽ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻസിനും 7 മാർക്ക് വെച്ച്, അങ്ങനെ ടോട്ടൽ 28 മാർക്കാണ് നമുക്ക് പാർട്ട് സിയിൽ കിട്ടുന്നത്. മുമ്പ് ഉള്ള 2 പാർട്ടിലും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഇവിടെ ആണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അതായത് 11, 12, 13, 14 ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. പക്ഷേ നമുക്കൊരു ഓപ്ഷൻസ് ഇവിടെ ഒരു ക്വസ്റ്റ്യന് തന്നെ A, B എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഇവിടെയും നമുക്ക് എന്താണ്? അപ്ലൈ ലെവൽ, അനലൈസ് ലെവൽ, ഇവാലുവേറ്റ്, ക്രിയേറ്റ്, ഈ കോഗ്നിറ്റീവ് ലെവൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 4 ക്വസ്റ്റ്യൻസിൽ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒന്നുകിൽ A എഴുതണം അല്ലെങ്കിൽ B എഴുതണം.
ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 13-ലും എ ഓർ ബി ഉണ്ട്, 14-ലും എ ഓർ ബി ഉണ്ട്. അപ്പോൾ ആ എ പാർട്ടിൽ തന്നെ 2 ക്വസ്റ്റ്യൻ കാണും, അത് രണ്ടും അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. എ പാർട്ടിലുള്ള ഒന്നുകിൽ ആദ്യത്തെ A1 A2 ചെയ്യുക, അല്ലെങ്കിൽ B1 B2യിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ MDC സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് MDC. ഓക്കെ.